ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നല്ല, സെറ്റഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഫേസ് മോയ്സ്ചറൈസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷിന്റെ ഒരുപാട് റിവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അടിപൊളിയാണ്. അപ്പൊ ഇത് സെറ്റഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇത് ആക്ച്വലി ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മൈൽഡ് ആയിട്ടുള്ള ചെറിയൊരു സ്മെല്ല് മാത്രമാണ് ഇതിനുള്ളൂ. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്ന ഒരു 500 ആ റേറ്റിലാണ് വരുന്നത്. ഈ ട്യൂബിന് 500, ഇതിന്റെ ഒരു വലിയ ബോട്ടിൽ അവൈലബിൾ ആണ്. അതിന് 1000 സംതിങ് ആണ് കേട്ടോ വരുന്നത്. 500 കൊടുത്താൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡ്രൈ സ്കിന്നിന്, നോർമൽ സ്കിന്നിന്, സെൻസിറ്റീവ് സ്കിന്നിന്, ഈ 3 സ്കിൻ ടൈപ്പുകാർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണിത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും പറ്റുന്നില്ല, പുതിയൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തപ്പി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ആക്ച്വലി എന്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് പേഴ്സണലി നല്ലതെന്ന് തോന്നുന്ന പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് കാണിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പൊ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണ്, ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടും പറ്റുന്നില്ല, വീണ്ടും സ്കിൻ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അതുപോലെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് റിയാക്ഷൻ വരികയാണെങ്കിൽ അവർക്കും ഇത് യൂസ് ചെയ്യാം. ഇതിൽ പ്രത്യേകിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്, ഡ്രൈ ടു നോർമൽ ടു സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണ്. ഓയിലി സ്കിന്നുകാർക്കും ആക്നെ പ്രോൺ സ്കിന്നുകാർക്കും ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അവർക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ ഓയിൽനെസ് വരാനും കുരു വരാനും ഒക്കെ സാധ്യത ഉണ്ടായിരിക്കും. അല്ലാത്ത 3 സ്കിന്നുകാർക്കും അടിപൊളിയാണ്. എനിക്ക് നല്ല ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മളിപ്പോൾ രാവിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈവനിങ് വരെ നമ്മുടെ ഫേസ് ഇങ്ങനെ ഡ്രൈ ആവാതെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം ഒട്ടും ഗ്രീസി ആക്കില്ല, ഒട്ടും തന്നെ ഇങ്ങനെ ഓയിലി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. 500 കൊടുത്താലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരുപാട് കൂടുതൽ ഒരുപാട് കുറച്ചോ അല്ല, അതൊരു മീഡിയം ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് എന്തായാലും ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇത് ഓൺലൈനായിട്ട് മേടിച്ചതല്ല, ഓഫ്ലൈനായിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഫാർമസിയിലും അല്ലെങ്കിൽ ഈ ലേഡി സ്റ്റോറിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഏത് പ്രൊഡക്റ്റ് ആയാലും നിർത്തണം. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് സ്യൂട്ട് ആവണമെന്നില്ല. എല്ലാവരുടെയും സ്കിന്ന് ഡിഫറെന്റ് ആണ്. പക്ഷേ സ്റ്റിൽ ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ റിവ്യൂസ് ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യും, ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. നിങ്ങൾ കമന്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട്, അതെല്ലാം തന്നെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.